ഈ വിശുദ്ധ റമദാനെ വ്യത്യസ്തമായ രീതിയിൽ ആളുകൾ സമീപിക്കുന്ന മനോഹരങ്ങളായ ഒരുപാട് കാഴ്ചകളുണ്ട്. സാധാരണ സോഷ്യൽ വർക്ക് ഫിലോസഫിയിലൊക്കെ ഞാൻ കോളേജിൽ പഠിച്ചിട്ടുള്ളത് എവരി ഇൻഡിവിജ്വൽ ഗ്രൂപ്പ് ഓർ കമ്മ്യൂണിറ്റി ഹാവ് ദ പൊട്ടൻഷ്യാലിറ്റി ടു ചേഞ്ച്. എല്ലാ വ്യക്തിക്കും സ്വയം മാറാനുള്ള ഒരു കഴിവ് അവരിൽ അന്തർലീനമാണ്. ആ മാറ്റം ഉള്ളിൽ നിന്നാകുമ്പോൾ അതിന് സ്ഥായീ ഭാവം വരും. ഒരുപാട് മനുഷ്യർ അത്തരത്തിൽ മാറിയിട്ടുണ്ട്. നമ്മുടെ മാധവിക്കുട്ടി എന്ന് പറയുന്ന പ്രശസ്തയായ എഴുത്തുകാരി പിന്നീട് കമലാ സുരയ്യയായി മാറിയതും അവരുടെ ജീവിതാനുഭവങ്ങളും മാറ്റത്തിൻ്റെ കഥകളുമൊക്കെ അവർ പങ്കുവെക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത് ഒരു വിശ്വാസത്തിൽ നിന്നും മറ്റൊരു വിശ്വാസത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അതല്ലാതെ തന്നെ ഓരോ വിശ്വാസത്തിൽ തുടരുമ്പോഴും ആ വിശ്വാസത്തിൻ്റെ പരിധികളും നിയന്ത്രണങ്ങളുമൊക്കെ ലംഘിച്ച് ചിലപ്പോൾ മനുഷ്യർ സഞ്ചരിക്കാറുണ്ട്. ആ സഞ്ചരിക്കുന്ന യാത്രയിൽ നിന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് അവരെല്ലാം ഉപേക്ഷിച്ച് തിരിച്ചു മടങ്ങി വരുന്ന കഥകൾ ഭൂതകാലത്തിലുണ്ട്, അതുപോലെ തന്നെ വർത്തമാന കാലഘട്ടത്തിലുമുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത. എറണാകുളത്ത് ഒരു തിയേറ്റർ പണിയുന്നതിന് വേണ്ടി അതിൻ്റെ ഫൗണ്ടേഷനും ബാക്കിയുള്ള കാര്യങ്ങളുമൊക്കെ പൂർത്തിയായ വേളയിൽ അത് പണിയുന്ന ആളിൻ്റെ മനസ്സിലേക്ക് ഒരു ആത്മീയ പ്രചോദനമായി ഞാൻ കേട്ടിട്ടുള്ളത് മൂസ മൗലാന എന്ന് പറയുന്ന തബ്ലീഗിൻ്റെ ഒരു അമീർ അദ്ദേഹത്തോട് ചെന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്തതോടെ ആ സിനിമാ തിയേറ്റർ പിന്നീട് ഒരു മസ്ജിദായി മാറിയ ചരിത്രമുണ്ട്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ മനുഷ്യനിൽ ഈ വിശ്വാസം ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ ഒരു വാർത്ത കാണാനിടയായി. ആ വാർത്ത വേറൊന്നുമല്ല, ഷക്കീല എന്ന് പറയുന്നൊരു സിനിമാ നടിയുണ്ട്. അവരുടെ ജീവിതത്തെ, അവരുടെ സിനിമയെ, അവരുടെ സമീപനത്തെയൊക്കെ നമ്മൾ നോക്കിക്കണ്ടിരുന്ന ഒരു സംഗതിയുണ്ട്. അവർ സഞ്ചരിച്ചിരുന്ന ഒരു കാലവുമുണ്ട്. പക്ഷേ ഈ അടുത്ത സമയത്ത് അവരൊരു അഭിമുഖത്തിൽ ജീവിതാനുഭവങ്ങളിൽ നിന്ന് പഠിച്ച പാഠവും ഇനി എനിക്ക് പൂർണ്ണമായ ആത്മീയതയിലേക്ക് മാറണം എന്ന് പറയുന്ന ഒരു സംഭാഷണമൊക്കെ ഉണ്ട്. അത് റിയലാണോ വെർച്വലാണോ എന്നുള്ളത് അവരുടെ മനസ്സിൽ മാത്രം ബോധ്യമുള്ള കാര്യമാണ്. അങ്ങനെ പലരും അടപടലേ മാറിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലൊരു മാറ്റത്തിൻ്റെ വീഡിയോ പങ്കുവച്ചിട്ടുണ്ട്. അവരുടെ ഒരു സുഹൃത്താണ് പേജിൽ പങ്കുവച്ചിരിക്കുന്നത്. ഷക്കീല ഉംറയ്ക്ക് പോകുന്ന ഒരു ദൃശ്യമാണ്. അതൊരു മനസ്താപത്തിൻ്റെയും മാറ്റത്തിൻ്റെയും ഒരു സ്വയം ശുദ്ധീകരണത്തിൻ്റെയും ഒക്കെ ആണെങ്കിൽ ചരിത്രത്തിൽ അങ്ങനെ ഒത്തിരി പേരുണ്ട്. പ്രവാചകൻ്റെ തലയെടുക്കാൻ വന്ന ആൾ പിന്നീട് പ്രവാചകൻ്റെ നിഴലായി മാറിയ ചരിത്രമുണ്ട്. വളരെ ശരിയല്ലാത്ത ജീവിതങ്ങൾ സഞ്ചരിച്ച പലരും ഇന്ന് പള്ളികളിലൊക്കെ അവരെങ്ങനെയാണോ അത്തരം കാര്യങ്ങളിൽ ആണ്ടുപൂണ്ട് ജീവിച്ചത്, അവർ മാറിയപ്പോൾ അന്നത്തെ ജീവിതം പോലെ തന്നെ കാർക്കശ്യത്തോടെ ആ മാറ്റത്തെ സ്വീകരിച്ചവരാണവർ. അതിന്നത്തെ ഒരു കാഴ്ച. ഇനി ഈ കാഴ്ചയോടൊപ്പം നേരിട്ട് ഞാനിന്നൊരു ആളിനെ സന്ദർശിക്കാനായി ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയപ്പോൾ ഒരു 72 വയസ്സുകാരിയായ പാത്തുമ്മയെ കണ്ടു. കയ്യിൽ നീട്ടിപ്പിടിച്ചൊരു തസ്ബീഹുണ്ട്. അത് വെച്ച് ഇങ്ങനെ ദിക്റുകൾ ചെല്ലുകയാണ്. എനിക്കൊരു കൗതുകത്തിന് ഞാൻ അടുത്തേക്ക് പോയി. ഉമ്മയില്ലാത്ത എന്നെ സംബന്ധിച്ചിടത്തോളം പല ഉമ്മമാരെയും കാണുമ്പോൾ ഞാൻ പോയി വയസ്സ് തിരക്കാറുണ്ട്. എൻ്റെ ഉമ്മയേക്കാൾ മൂത്തതാണോ ഇളയതാണോ എന്നൊരു കൗതുകപൂർവമായൊരു സ്വകാര്യ അന്വേഷണം കൂടിയുണ്ട്. കാണാം ആ ഉമ്മയെ, കണക്കില്ലാതെ ദിക്റുകൾ ചെല്ലുന്ന. ഞാൻ ചോദിച്ചു, വല്ല കണക്കുണ്ടോയെന്ന്. ഇല്ല, ഉണർന്നാലുടൻ ഇതെടുത്ത് കയ്യിൽ പിടിക്കുമെന്ന് പറഞ്ഞു. ഉറങ്ങുന്നത് വരെ ഇത് കയ്യിലുണ്ടാവും എന്ന് പറഞ്ഞു. അങ്ങനെയുമുണ്ട് സാർത്ഥകമായ ജീവിതങ്ങൾ. ഇതൊക്കെ നോമ്പ് കാലത്തെ മനോഹര കാഴ്ചകളാണ്.